ഭരണസമിതിയുടെ കന്നി ബജറ്റാണ് ഇന്ന് അവതരിക്കപ്പെട്ടത്. നമ്മുടെ ആകെ 36,76,8,249 രൂപ വരവും 36,19,63,500 രൂപ ചെലവും ആയിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. അതിൽ 56,44,749 രൂപ മിച്ചമായിട്ട് കണ്ടുകൊണ്ടുള്ള മിച്ച ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അതിൽ തന്നെ നമ്മൾ വിവിധ ഘടകങ്ങളായിട്ടുള്ള ഇതിലും ക്ഷീരവികസനം, കാർഷിക മേഖല, അതിന്റെ ക്ഷീരവികസനത്തിന് 51 ലക്ഷമാണ് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തിന് വേണ്ടി 33 ലക്ഷം നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റേ അതിദരിദ്രർക്കുള്ള മരുന്ന്, അതുപോലെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് വേണ്ടി 4,50,000 വകയിരുത്തിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 22 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വികസനത്തിന് വേണ്ടിയിട്ട് 61 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു പദ്ധതികൾക്ക് വേണ്ടി 33 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട്. അതിലെ ക്ലബുകളെ സ്പോർട്സ് വിഭാഗത്തിലേക്ക് നമ്മൾ 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ലബുകൾക്ക് വോളിബോൾ, ഹോക്കി എന്നീ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ ആ വിഭാഗങ്ങൾക്ക് വേണ്ടി 41 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട്. അതിൽ അംഗനവാടി പോഷകാഹാര പദ്ധതിക്കായി നമ്മൾ 45 ലക്ഷം രൂപ വേറെ വകയിരുത്തിയിട്ടുണ്ട്. 2026-27 വർഷത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് നമ്മൾ കൂടി 75 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതിൽ 82,000 തൊഴിലവസരങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ ഇന്ന് കണക്കിൽ പ്രതീക്ഷിക്കുന്നത്. പ്രാരംഭ ബാക്കി എന്ന് പറയുന്ന കണക്കിൽ 3,82,60,049 രൂപയും 1,70 ലക്ഷം രൂപ നികുതി വരുമാനവും 8,94,820 രൂപ നികുതിയേതര വരുമാനവും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ 2,49,13,000 രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്കായി 5,75,75 ലക്ഷം രൂപയും സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി 10,65 ലക്ഷം രൂപയും പദ്ധതിയേതര വരവുകൾ ഉൾപ്പെടെ ആകെ വരവ് 36,76,8,249 രൂപയും ആകെ ചെലവ് 36,19,63,500 രൂപയുമാണ് ഉള്ളത്. ബാക്കി നീക്കിയിരിപ്പ് 56,44,749 രൂപ മിച്ചമുള്ള ബജറ്റാണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാർഷിക ബജറ്റ് അവതരണമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭരണസമിതിയുടെ ആദ്യത്തെ ബജറ്റാണിത്. 36,76,249 രൂപ വരവും 36,19,63,500 രൂപ ചെലവുമുള്ള ബജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര മേഖലയിലും വികസനം എത്തുന്ന രീതിയിലുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ കലാ സാംസ്കാരിക മേഖലയിലും ആരോഗ്യ മേഖലയിലും പാർപ്പിട മേഖലയിലും കുടിവെള്ള പദ്ധതിയിലും പശ്ചാത്തല മേഖലയിലും സേവന മേഖലയിലും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സമഗ്ര വികസനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷത്തെ വാർഷിക ബജറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ വർഷത്തെ വാർഷിക ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വയോജന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും അതിലുപരി നമുക്ക് നിർബന്ധമായിട്ടും വകയിരുത്തേണ്ട മേഖലയ്ക്ക് അതിനനുസരിച്ച് വകയിരുത്തിക്കൊണ്ട് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ജനങ്ങളെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ചുള്ള ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അടുത്ത വർഷത്തെ പദ്ധതി സമഗ്ര വികസനവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.